കൃഷിഭൂമി പിടിച്ചെടുത്ത് വനമാക്കി മാറ്റി ഇടുക്കിയിൽ നിന്ന് കർഷകരെ കുടിയിറക്കുവാനുള്ള ആസൂത്രിത നീക്കമാണ് ഇടതു സർക്കാർ നടത്തുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ജില്ലയിലെ കൃഷിഭൂമി വനമാക്കി മാറ്റാതിരിക്കുവാനെന്ന പേരിൽ ജില്ലയിലെ ഇടതു സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ച സമയത്ത് തന്നെയാണ് സൂര്യനെല്ലിയിൽ കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി പിണറായി സർക്കാർ ഇടുക്കിയിലെ കർഷകരെ ചതിച്ചതെന്നും ബിജോ മാണി ആരോപിച്ചു. പിണറായി സർക്കാർ ജില്ലയിൽ 4 റിസർവ് വനങ്ങൾ വിജ്ഞാപനം ചെയ്തത് കൂടാതെ ഉടുമ്പൻചോല താലൂക്കിലെ ചിന്നക്കനാൽ വില്ലേജിൽ ബ്ലോക്ക് 6-ൽ 290.35 ഹെക്ടർ ഭൂമി സംരക്ഷിത വനമാക്കിക്കൊണ്ട് 2021 മാർച്ച് 24-ന് കരട് വിജ്ഞാപനം ഇറക്കിയിരുന്നു. കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെയും വനമാക്കി മാറ്റിയത്. MM മണി മന്ത്രിയായിരുന്ന കാലയളവിലാണ് സൂര്യനെല്ലി റിസർവ് എന്ന പേരിൽ ഈ പ്രദേശം സംരക്ഷിത വനമാക്കി വിജ്ഞാപനം ഇറക്കിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിരുന്നു ഈ വിജ്ഞാപനം ഇറക്കിയത്. 2021 ജൂലൈ 27-ന് വിജ്ഞാപനം ചെയ്ത കുമളി റേഞ്ച് ഓഫീസ് കോമ്പൗണ്ട് റിസർവ്, 2022 മെയ് 10-ന് വിജ്ഞാപനം ചെയ്ത ചെങ്കുളം റിസർവ്, 2023 സെപ്റ്റംബർ 20-ന് വിജ്ഞാപനം ചെയ്ത ചിന്നക്കനാൽ റിസർവ്, 2024 ഫെബ്രുവരി 27-ന് വിജ്ഞാപനം ചെയ്ത ആണിയിറങ്ങൽ റിസർവ് എന്നിവയാണ് പിണറായി സർക്കാർ ജില്ലയിൽ പ്രഖ്യാപിച്ച മറ്റ് സംരക്ഷിത വനങ്ങൾ. ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിച്ച് കാർഷിക മേഖലയിലും വനനിയമം നടപ്പിലാക്കുകയാണ് സർക്കാർ എന്ന് ബിജോ മാണി പറഞ്ഞു. ജില്ലയിൽ കൃഷിഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞ കാര്യം. അപ്പോൾ വോട്ട് ചോദിച്ചുകൊണ്ട് ഇവർ ഈ അഭ്യർത്ഥന വ്യക്തി ചെയ്യുന്ന സമയത്ത് തന്നെ ഗവൺമെന്റ് പ്രസ്സിൽ സൂര്യനെല്ലിയിൽ ഏകദേശം 714 ഏക്കർ ഭൂമി കൃഷിഭൂമി ഉൾപ്പെടെ വനമാക്കി മാറ്റാനുള്ള കരട് നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നതിനുള്ള ഗസറ്റ് വിജ്ഞാപനം തയ്യാറാക്കുകയായിരുന്നു. ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണം. 1 ഇഞ്ച് ഭൂമി പോലും വനവിസ്തൃതി വർദ്ധിപ്പിക്കുവാൻ അനുവദിക്കില്ലെന്ന് പ്രസംഗിച്ച MM മണി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ജില്ലയിൽ 5 പുതിയ റിസർവ് വനങ്ങൾ പിണറായി സർക്കാർ വിജ്ഞാപനം ചെയ്തപ്പോൾ എവിടെയായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും പറഞ്ഞു. വനവിസ്തൃതി വർദ്ധിപ്പിച്ചും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നും വന്യജീവി ശല്യം തടയാൻ നടപടി സ്വീകരിക്കാതെയും കർഷകരെ കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാർ നടത്തുന്നത്. സർക്കാർ കോടതിയിൽ മൗനം പാലിച്ച് പട്ടയ വിതരണം നിർത്തിവെക്കാനുള്ള ഉത്തരവ് വാങ്ങിയത് ഇതിന്റെ ഭാഗമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അഴിഞ്ഞാടാനുള്ള ഇടമായി ഇടുക്കിയെ മാറ്റാനാണ് സർക്കാർ നീക്കമെന്നും ജില്ലയിലെ ഇടതു നേതാക്കൾ ഇതിന് ഒത്താശ ചെയ്യുകയാണെന്നും ബിജോ മാണി പറഞ്ഞു. കട്ടപ്പനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ, ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.